Construct a DFA such that every string accepted must start with A. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ഡി എഫ് എയുടെ കണ്ടീഷൻ എന്താണെന്ന് വിചാരിച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്. സോ വി ആർ ഗിവൺ ദ ആൽഫബറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു എ കോമ ബി. സോ നമ്മുടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്തൊക്കെയായിരിക്കും? മിനിമൽ സ്ട്രിങ് എന്തായിരിക്കും? ആ ഒരു മിനിമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഈസ് ലൈക്ക് സ്റ്റാർട്ട് വിത്ത് എ വെച്ച് തുടങ്ങണം. So definitely the minimal string is A. A ആയിരിക്കും നമ്മുടെ minimal string. Then if like AB it's acceptable. If like AA it's acceptable. Then ABA it's acceptable. Likewise it goes on. So now we are going to design the DFA with our minimal string. So this is our minimal string. So Q0 is our start state. Upon receiving the symbol A, it will move on to the state Q1 and this also will be our final state. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? സ്റ്റാർട്ട് വിത്ത് എ എന്നുള്ളതായിരുന്നു. സോ മിനിമൽ സ്ട്രിങ് എ ആണ്. സോ എ വരുമ്പം Q0 എ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ Q1. സോ ദിസ് ഈസ് ദ ബേസ് സ്ട്രക്ചർ ഓഫ് അവർ ഡി എഫ് എ. സപ്പോസ് ഇനി Q0 ബി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആക്ച്വലി നമ്മുടെ കണ്ടീഷൻ എന്താണ്? സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ വെച്ചിട്ടാണ്. സോ ബി വന്നാൽ വി നോ ദാറ്റ് വിൽ നോട്ട് ബി ആക്സെപ്റ്റബിൾ. സോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ ട്രാപ്പ് സ്റ്റേറ്റ് ഓർ ഡെഡ് സ്റ്റേറ്റ്. ഡെഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ നെവർ ഗോ ബാക്ക് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. വൺസ് ഇറ്റ് റീച്ചസ് ദ ഡെഡ് സ്റ്റേറ്റ് പിന്നെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് അതിനൊരിക്കലും പോകാൻ പറ്റില്ല. സോ അതിനുശേഷം എന്ത് ട്രാൻസിഷൻസ് വന്നാലും ഇറ്റ് വിൽ ലൂപ്പ് ഇൻ ദ ഡെഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ബി എന്നുള്ള ഒരു സിമ്പൽ റീഡ് ചെയ്യുമ്പോൾ മെഷീൻ എങ്ങോട്ട് പോകുന്നത്? ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ Q0 എ വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് ഓൺ ടു Q1. ഇനി ഡി എഫ് എയിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിലും സിമ്പിൾസ് വരുമ്പോൾ പോസിബിൾ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കൺസിഡർ ചെയ്യണം. സോ Q1 ഇനി Q1 എ വന്ന എന്താ ഉണ്ടാവുക? ഇറ്റ് ക്യാൻ ലൂപ്പ് Q1 ഇറ്റ്സെൽഫ്, നോ ഇഷ്യൂസ്. സ്റ്റാർട്ട് ചെയ്യണം ഇതെന്ന് എ വെച്ചിട്ട് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. സപ്പോസ് ഒരു ബി വരും എന്ന് വിചാരിക്കും, ഇറ്റ് വിൽ മൂവ് ഇൻ Q1 ഇറ്റ്സെൽഫ്, നോ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ട്രിങ് എടുക്കൂ ABA. അപ്പം സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. സോ വൈൽ getting input A, the Q0 will move on to the Q1 and reach the final state. Then B വന്നാലും A വന്നാലും Q1 കിടന്ന് അത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. At the same time, if we read a symbol like BA, Q0 എന്ന് B വന്നാൽ it will move on to the trap state. അല്ലെങ്കിൽ അത് ഡെഡ് സ്റ്റേറ്റിലോട്ട് എത്തി പിന്നെ എന്ത് സിമ്പിൾസ് റീഡ് ചെയ്താലും it will loop in the dead state. So the language will not be accepted. Our question is like, construct a DFA such that every string accepted must start with BA. So നമുക്കൊരു given alphabet sigma A, B തന്നിട്ടുണ്ട്. Our condition is like start with BA. അതായത് നമ്മുടെ മെഷീൻ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന DFA ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് BA എന്നുള്ള ഒരു സബ്സ്ട്രിങ് വെച്ചിട്ടാണ്. BA എന്നുള്ള സബ് സ്ട്രിങ് വെച്ചിട്ടാണ്. സോ നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, സ്റ്റാർട്ട് വിത്ത് എ. സോ അതുപോലെ തന്നെയാണ്. സോ ഹിയർ ഇറ്റ് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് BA. സോ വാട്ട് വിൽ ബി അവർ മിനിമൽ സ്ട്രിങ് അല്ലെങ്കിൽ ബേസ് സ്ട്രിങ്? അവർ ബേസ് സ്ട്രിങ് വിൽ ബി BA. ഇതായിരിക്കും നമ്മുടെ മിനിമൽ സ്ട്രിങ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എന്ത് വേണമെങ്കിൽ ആവാം. BA ഈസ് പോസിബിൾ, BAB ഈസ് പോസിബിൾ, BAAB ഈസ് പോസിബിൾ, എനിത്തിങ് ഈസ് പോസിബിൾ. The condition is only start with BA. So നമ്മുടെ ബേസ് സ്ട്രിങ് BA ആണ്. ഇനി എത്ര സ്റ്റേറ്റ്സ് കാണും ഇതിനകത്ത്? The condition or the formula to get the number of state is the length of the base string or the length of the minimal string plus 1. ഇവിടെ മിനിമൽ സ്ട്രിങ് BA അതായത് 2 ലെങ്ത്, അതിന്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യുക. സോ ഇൻ ദിസ് DFA ഇറ്റ് ഹാവ് 3 സ്റ്റേറ്റ്സ്. So as usual Q0 is our start state. നമ്മുടെ മിനിമൽ സ്ട്രിങ് BA ആണ്. അപ്പോൾ B വരുമ്പോൾ Q0 will move on to the state Q1. Then upon reading A, it will move on to the state Q2. Q2 is our final state. So this is the base structure of our minimal string or of our DFA, that is BA.
Q0 B വരുമ്പോൾ it will move on to Q1 and upon reading A it will move on to Q2. So 3 states ആണ് നമ്മുടെ DFAക്ക് ഉള്ളത്. And Q2 is our final state, Q1, Q0 is the start state. ഇനി Q0 എന്നുള്ള സ്റ്റേറ്റിൽ B വരുമ്പോൾ Q1ലോട്ട് ട്രാൻസിഷൻ ആയി. അറ്റ് ദ സെയിം ടൈം A വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അതായത് നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബി എന്നുള്ള ഒരു സ്ട്രിങ് സബ്സ്ട്രിങ് വെച്ചിട്ടാണ്. സോ എ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മൂവ് ടു, ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ, മൂവ് ടു ഡെഡ് സ്റ്റേറ്റ്. ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് പോവുക. കാരണം നമ്മുടെ സ്ട്രിങ് ആക്സെപ്റ്റബിൾ ആവുന്ന സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബി എ എന്ന് വെച്ചിട്ടുള്ള സബ്സ്ട്രിങ് വെച്ചിട്ടാണ്. സോ ഒരു എ വരികയാണെങ്കിൽ ഫ്രം Q0 if a comes it will move on to dead state. Once it reach the dead state, then പിന്നെ തിരിച്ചു പോകാൻ പോസിബിൾ അല്ല, തിരിച്ച് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്താൻ പോസിബിലിറ്റി ഇല്ല. സോ പിന്നെ എയും ബി എത്ര സിമ്പിൾസ് റീഡ് ചെയ്താലും ഇറ്റ് വിൽ ലൂപ്പ് ഓൺ ദ ഡെഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഈസ് അബൌട്ട് Q0. Q0 രണ്ട് സിമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ Q1. Q1 എ വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് ഓൺ ടു Q2. വാട്ട് ഹാപ്പൻസ് വെൻ എ ബി കംസ്? ഒരു ബി വന്നാൽ എന്താ ഉണ്ടാവുക? അതായത് ബി എ ആണ് നമ്മുടെ സബ്സ്ട്രിങ്, അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു ബി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ ഡെഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ ബി എ എന്നുള്ള സ്ട്രിങ് വെച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു ബി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വയലേറ്റ് അവർ കണ്ടീഷൻ. സോ ഇറ്റ് വിൽ ഓൾസോ മൂവ് ടു ദ ഡെഡ് സ്റ്റേറ്റ്. സോ ഹിയർ ദ ടു ഇൻപുട്ട് സിംബൽസ് ആർ ഡിസ്കസ്ഡ്. Then moving on to the last state, Q2. It's a final state. ഇവിടെ പിന്നെ എയും ഡിയും എന്ത് വന്നാലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വിൽ ലൂപ്പ് ഇൻ ദ Q2 ഇറ്റ് സെൽഫ്. കാരണം സ്റ്റാർട്ടിങ് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ, പിന്നെ ഇറ്റ്സ് ഓക്കെ വാട്ട് എവർ അറ്റ് ദ എൻഡ് നോട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വിൽ ബി no issues, there will be no issues. So if for example if we have a string like B A B, so check whether it is acceptable or not. Once B comes it will move on to Q1, then A comes it will move on to Q2. After that A or B it will loop in the Q2 itself, so it will reach the final state. So this string is acceptable. At the same time if a string is given like B B A, what happens? The string B, the symbol B comes, the Q0 will move on to Q1, then again if B comes it will move on to the dead state. Then പിന്നെ എന്ത് വന്നാലും it will loop at the dead state itself. So this string is not acceptable. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.